മറ്റുള്ളവർ പറയുന്നതിൻ്റെ പിന്നാലെ പോയി പണവും സമയവും ആരോഗ്യവും നഷ്ടപ്പെടുത്തുന്നവരുടെ എണ്ണം വളരെ വലിയതാണ്. ചിലർ പരസ്യങ്ങളുടെ പിന്നാലെ അന്ധമായി പോവുകയാണ്. ചിലവർ മറ്റുള്ളവരുടെ പൊഴിവാക്കുകളെ വിശ്വസിച്ച് അനുധാവനം ചെയ്യുകയാണ്. മറ്റു ചിലർ പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ട് സമയവും ജീവിതവും നഷ്ടപ്പെടുത്തുകയാണ്. അവരെക്കുറിച്ച് എന്തു പറയാൻ? ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം. ഓൺലൈൻ തട്ടിപ്പ് ഉൾപ്പെടെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അന്ധമായി വിശ്വസിച്ച് അതിൻ്റെ പിന്നാലെ പോയി സമയവും ആരോഗ്യവും സമ്പത്തും നഷ്ടപ്പെടുത്തുന്നവരുടെ എണ്ണം അടിക്കടി ഉയർന്നു വരികയാണ്. ഉന്നത വിദ്യാഭ്യാസമുള്ളവരും സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരുമൊക്കെ ഇത്തരം തട്ടിപ്പിനും അന്ധതയ്ക്കും പാത്രീഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മെ ഏറെ അമ്പരിപ്പിക്കുന്നത്. പതിവായി തൻ്റെ അടുക്കളത്തോട്ടത്തിൽ താൻ നട്ടിരിക്കുന്ന അനേകം വൃക്ഷങ്ങളിൽ എല്ലാ വൃക്ഷങ്ങളുടെയും നല്ല പഴങ്ങൾ കൊത്തിത്തിന്നാൻ ഒരു ചെറിയ പക്ഷി സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ വരുമായിരുന്നു. ആ മനുഷ്യൻ ഓരോ ദിവസവും ശ്രദ്ധിക്കും, ഈ ചെറിയ പക്ഷി ആ തോട്ടത്തിലെ മുഴുവൻ പഴങ്ങളും കൊത്തി 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 അത് ഭക്ഷിക്കുകയും ചിലതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നത് ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പതിവായി വീക്ഷിച്ചുകൊണ്ടിരുന്നു. ശല്യം സഹിക്ക വയ്യാതെ വന്നപ്പോൾ ഈ മനുഷ്യൻ ഒരു ദിവസം തോട്ടത്തിൽ ഒരു കെണി വെച്ച് ഈ പക്ഷിയെ പിടികൂടി. താൻ കൂട്ടിലകപ്പെട്ടു, കെണിയിൽ പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ ഈ പക്ഷി മനുഷ്യനെ പോലെ സംസാരിക്കുന്നതായിട്ടാണ് കഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പക്ഷി ആ മനുഷ്യനോട് പറഞ്ഞു, അല്ലയോ യജമാനനെ, ഞാനൊരു പാവപ്പെട്ട പക്ഷിയാണ്. അങ്ങയുടെ തോട്ടത്തിൽ കായ്ച്ചു നിൽക്കുന്ന ഈ വൃക്ഷഫലങ്ങൾക്കൊക്കെ എന്ത് മധുരമാണ്, എന്ത് ആസ്വാദ്യതയാണ്. ഞാൻ അത് ആസ്വദിക്കാനായി പതിവായി ഇവിടെ വരുന്നു. ഇന്ന് അങ്ങ് എന്നെ ഒരു കെണിയിൽ അകപ്പെടുത്തിയിരിക്കുക. എനിക്ക് സങ്കടമില്ല, എന്നാൽ എന്നെ ഈ കെണിയിൽ നിന്ന് തുറന്നു വിട്ടാൽ ഞാൻ അങ്ങേക്ക് 3 വിലപ്പെട്ട ജ്ഞാന പ്രബോധനങ്ങൾ പറഞ്ഞു തരാം. അങ്ങ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ തുറന്നു വിടണം. സ്വതന്ത്രമായി ഇരിക്കുമ്പോൾ മാത്രമേ എനിക്ക് ജ്ഞാനപ്രബോധനങ്ങൾ നൽകാൻ സാധിക്കുകയുള്ളൂ. അത് അങ്ങേക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയ്ക്കും നന്മയ്ക്കും അഭിവൃദ്ധിക്കും ഉതകുന്നതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്നു എങ്കിൽ ദയവായി എന്നെ ഇപ്പോൾ തുറന്നു വിടുക. ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് കേട്ട മാത്രയിൽ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിന്നെ തുറന്നു വിടാം, പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. നീ 3 ജ്ഞാനപ്രബോധനങ്ങൾ എനിക്ക് തന്നിരിക്കണം. അങ്ങനെ പക്ഷി സമ്മതിച്ചു. ഈ മനുഷ്യൻ ആ കെണിയിൽ നിന്ന് ഈ പക്ഷിയെ വിമുക്തയാക്കുകയാണ്. ഉടനെ പക്ഷി പറന്ന് ഒരു വൃക്ഷത്തിന്റെ തലപ്പിൽ ചെന്നിരുന്നിട്ട് ഈ മനുഷ്യനോട് സംസാരിക്കുകയാണ്. പക്ഷി പറഞ്ഞു, ശ്രദ്ധിച്ച് കേൾക്കണം. 1ാമത്തെ ജ്ഞാനപ്രബോധനം, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഒരിക്കലും ദുഃഖിക്കരുത്. തിരിച്ചെടുക്കാനാകാത്തതിനെ ഓർത്ത് ഒരിക്കലും വിഷമിക്കുകയും അരുത്. 2ാമത്,
അസാധ്യമായ കാര്യങ്ങളിൽ ഒരിക്കലും വിശ്വസിക്കരുത്. 3, അപ്രാപ്യമായതിനെ തേടി ഒരിക്കലും അങ്ങ് വൃഥാ പ്രയത്നം ചെയ്യരുത്. ഈ 3 കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ അങ്ങ് അഭ്യുന്നതി പ്രാപിക്കും. അങ്ങ് വളരെ സമ്പന്നനായ ഒരു വ്യക്തിയായി മാറും. അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പക്ഷി തുടർന്നു പറഞ്ഞു, അങ്ങ് എന്നെ തുറന്നു വിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ തൊണ്ടയിൽ ആപ്പിളിന്റെ വലുപ്പത്തിൽ ഒരു വലിയ രത്നക്കല്ല് ഉണ്ടായിരുന്നു. അത് അങ്ങേക്ക് കിട്ടുമായിരുന്നു. ആപ്പിളിന്റെ വലിപ്പത്തിലുള്ള ഒരു രത്നക്കല്ല് ഈ പക്ഷിയുടെ തൊണ്ടയിൽ ഉണ്ടായിരുന്നു എന്ന കേട്ട മാത്രയിൽ അത്യാഗ്രഹിയായി മനുഷ്യൻ ഈ പക്ഷിയെ പിടിക്കാനായിട്ട് ഓടിയെടുക്കുകയാണ്. എന്നാൽ പക്ഷി കൗശലപൂർവം അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മാറുകയാണ്. ഈ മനുഷ്യൻ ആ പക്ഷിയെ പിന്തുടർന്നു. ആ പക്ഷി ഇരിക്കുന്ന വലിയൊരു വടവൃക്ഷത്തിന്റെ ഉന്നതങ്ങളിലേക്ക് ഈ മനുഷ്യൻ പിടച്ചു കയറാൻ തുടങ്ങി. പക്ഷി അവിടെ തന്നെ ഇരുന്നു. അയാൾ കയറി 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 അങ്ങേ അറ്റത്ത് തലപ്പത്ത് എത്തുന്ന നിമിഷം ആ പക്ഷി ആ കൊമ്പ് കുലുക്കിക്കൊണ്ട് അവിടെ നിന്ന് ദൂരേക്ക് പറന്നുപോയി. ഈ മനുഷ്യൻ ആ കൊമ്പ് ഒടിഞ്ഞ് താഴത്തേക്ക് വീണ് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു. അദ്ദേഹം വീണ് കിടക്കുമ്പോൾ ആ പക്ഷി വീണ്ടും അടുത്തു വന്നിരുന്നിട്ട് ഈ മനുഷ്യനോട് പറയുകയാണ്, ജ്ഞാനം എന്ന് പറയുന്നത് വിവേകമുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. ഒരിക്കലും തിരികെ കിട്ടാത്തതിനെ ഓർത്ത് ദുഃഖിക്കരുതെന്ന് ഞാൻ മുന്നമേ അങ്ങയോട് പറഞ്ഞില്ലേ? അങ്ങ് അത് ചെവിക്കൊണ്ടില്ല. ആ കെണിയിൽ നിന്ന് തുറന്ന് വിട്ട ഉടൻ അങ്ങ് രത്നം തേടി എന്നെ പിന്തുടർന്നു, എന്നെ പിടിക്കാൻ ശ്രമിച്ചു. ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളെ വിശ്വസിക്കരുതെന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങ് വിശ്വസിച്ചു. എൻ്റെ തൊണ്ടയിൽ എന്നേക്കാൾ വലിയ ഒരു രത്നം ഒളിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് അന്ധമായി അത് വിശ്വസിച്ചു. എൻ്റെ തൊണ്ടയിൽ എങ്ങനെയാണ് എന്നേക്കാൾ വലിയ ഒരു രത്നക്കല്ല് ഇരിക്കുക? അങ്ങ് അതും ശ്രദ്ധിച്ചില്ല. ജീവിതത്തിൽ അപ്രാപ്യമായതിൻ്റെ പിന്നാലെ പുറപ്പെട്ട് സമയം കളയരുതെന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞിട്ടും അങ്ങ് വീണ്ടും എൻ്റെ പിന്നാലെ പുറപ്പെട്ടു. അങ്ങനെ ജീവിതത്തിൽ ഞാൻ അങ്ങേക്ക് തന്ന 3 ജ്ഞാന പ്രബോധനങ്ങളും അങ്ങ് ലംഘിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് അങ്ങേക്ക് ഒരു പാഠമായിരിക്കണം. പക്ഷി ദൂരേക്ക് പറന്നു പോവുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, പരസ്യങ്ങളുടെ ലോകത്താണ് ഇന്ന് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. എന്തിനും ഏതിനും പരസ്യങ്ങൾ നമ്മെ തേടി വരികയാണ്. വശീകരിക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന, നമ്മെ അതിയായി അത്ഭുതപ്പെടുത്തുന്ന പരസ്യങ്ങളുടെ ലോകത്ത് പലപ്പോഴും നാം നമ്മെ തന്നെ മറന്നു പോകാറുണ്ട്. ജീവിതത്തെ പോലും മറന്നു പോകാറുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളും നാം ഏറ്റെടുക്കാറുമുണ്ട്. ഈ പക്ഷി പറഞ്ഞ ജ്ഞാനപ്രബോധനങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തിമേൽ കുറിച്ചു വെക്കണം. എന്നെങ്കിലും എവിടെയെങ്കിലും നമുക്കത് പ്രയോജനപ്പെടും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സൗഭാഗ്യവും വിവേകവും നിറഞ്ഞ ശോഭനമായ ഒരു ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. തൃക്കാരുണ്യം സുതനെ താഴ്ത്തി സവിതേ ചേർത്തു ദൈവസുതൻ തൻ മാതാവാകാൻ തിരുഹിതമാ